ഹായ്, ക്ലബ് ഹൗസിൽ നടക്കുന്ന ഒരു യുദ്ധം, അതിൽ എൻ്റെ പേര് അടിപെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതായത് എനിക്ക് ക്ലബ് ഹൗസിൽ 4 ഐഡിയ ഉണ്ട്. അതിൽ 4 ഐഡിയ റിപ്പോർട്ട് അടിച്ച് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി പുതിയ ഒരു ഐഡിയ ഒക്കെ കണ്ടെത്തണമെങ്കിൽ പണ്ടത്തെ ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നപ്പോൾ അവിടുത്തെ വാച്ച്മാൻ്റെ നമ്പറാണ് ഉപയോഗിച്ചത്. അപ്പോൾ വാച്ച്മാൻ റിട്ടയറായി നാട്ടിൽ പോയത് കൊണ്ട് എനിക്ക് അവൻ്റെ നമ്പറൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പുതിയ ഐഡി കിട്ടുന്നിടം വരെ താൽക്കാലികമായി ഞാനൊന്നും മിണ്ടായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു അലിഗേഷൻസ് അവിടെ നടക്കുന്നതിൽ ഞാൻ അടിപെടുന്നത് കൊണ്ട് മാത്രം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ മാത്രമാണ് ഈ തരുന്നത്. ഇതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ക്ലബ് ഹൗസിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് റിയാസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതബോധമുള്ളൊരു തീവ്രവാദിയുണ്ട്. ഇയാൾ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഒരു മെസ്സേജൊക്കെ അയച്ചിട്ട് എന്നോട് കുറേ സംവാദങ്ങൾ നടത്തിയിരുന്നു. പുള്ളി തെറ്റിദ്ധരിച്ചത് ഞാനൊരു എക്സ് മുസ്ലിം എന്നാണ്. ഞാൻ എക്സും മയ്യൊന്നും അല്ല, അഴിച്ചു പോടാന്ന് പറഞ്ഞപ്പം അവൻ ഇട്ടേച്ച് പോയി. പിന്നെ കുറേ അധികം എക്സ്പ്ലനേഷൻസ് മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളൊക്കെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു. ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അതിനകത്ത് സ്പീച്ചാണ് കൂടുതലുള്ളത്. പരസ്പരം സംസാരിക്കാൻ, സംവദിക്കാൻ, ന്യൂസുകൾ അറിയാൻ ഒക്കെ ഉള്ളൊരു മേഖലയാണ്. ഇപ്പം നിങ്ങൾ ടി വിയിലൊക്കെ ഡിബേറ്റ് കാണുന്നില്ലേ, അതുപോലത്തെ ഒരു ഡിബേറ്റിംഗ് ഏരിയയാണത്. ഞാൻ അതിനകത്ത് സജീവമായിരുന്നു. ഇപ്പോൾ തൽക്കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ റിയാസിൻ്റെ വിഷയം വരുന്നതിന് മുമ്പ് ഇസ്ലാമിനെ പറ്റി ഭയങ്കരമായി അവിടെ വിരുദ്ധാഭിപ്രായമുണ്ട്. എക്സ് മുസ്ലിമിനൊരു ക്ലബ്ബ് തന്നെയുണ്ട്. അവരിട്ടിരിക്കുന്ന ക്ലബ്ബിൽ ഭയങ്കര വ്യൂവറാണ്. ഈ മതത്തിനെ പറ്റി വളരെ അവഹേളനമായ രീതിയിൽ ഈ എക്സ് മുസ്ലിംസ് അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഖുറാനിലെ ആയത്ത്, കുറേ അധികം ഹദീസുകൾ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഇസ്ലാമിനെ അതിതീവ്രമായി അതിഭീകരമായി ആക്രമിക്കുന്നൊരു രീതിയുണ്ട്. പലരും അതിൽ പോയി കേട്ടുകൊണ്ടിരുന്നിട്ടാണ് ഈ മതത്തിനോടൊരു പുച്ഛോ വെറുപ്പൊക്കെ തോന്നിയിട്ടുള്ളത്. എനിക്ക് പോലും കുറേ അധികം കാര്യങ്ങൾ എക്സ് മുസ്ലിമിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ മതത്തിൻ്റെ ഇൻഡെപ്തിലേക്കൊന്നും പോയിട്ടില്ല. അതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല, താല്പര്യമില്ല. പിന്നെ എനിക്ക് ഈ ഒരുപാട് ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നോർമലി എനിക്കൊരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ട് ആ ഒരു വിഷയത്തിൽ. പിന്നെ കുട്ടികളെ നോക്കാത്ത, ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്ന, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഇതൊക്കെയാണ് എനിക്ക് മതത്തിനോടുള്ള പ്രശ്നം. പിന്നെ കുഞ്ഞുമക്കളെ ഉപദ്രവിക്കുന്ന സുന്നത്ത് കല്യാണം, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഗോദാഭോഗം, ആ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ വരുന്നത്. ഇതൊക്കെ എൻ്റെ വ്യൂ പോയിൻ്റാണ്. അതിനപ്പുറം എനിക്ക് എക്സ് മുസ്ലിമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. എനിക്ക് എക്സ് മുസ്ലിം ആവാൻ താല്പര്യവുമില്ല. പക്ഷേ ഗോത്രീയതയെ പറ്റി പറയുമ്പോൾ ഞാൻ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ക്ലബ് ഹൗസിൽ ഉന്നയിച്ച വിഷയം കുട്ടികളിൽ നടക്കുന്ന സുന്നത്തിനെ പറ്റിയാണ്. അതെനിക്ക് തീർത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചു കൊടുത്തിരുന്നു, അവരുടെ ഇഷ്ടപ്രകാരം. അതായത് ഈ സുന്നത്ത് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന നബി 80-ാം വയസ്സിലാണ് സുന്നത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുവരെ സമയമുണ്ട്. 80 വയസ്സിൽ ചെയ്താൽ മതി. അത് സുന്നത്താണ്, നിർബന്ധമാക്കപ്പെട്ട ഒന്നല്ല. വേണമെങ്കിൽ നല്ലത് ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഈ റിയാസ് അവിടെ വന്നിരിക്കുന്ന പെൺകുട്ടികൾ, അതായത് ഈ ക്ലബ്ബ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ കുറേ പേര് ലിസണേഴ്സ് ആയിട്ടിരിക്കും. അതിലുള്ള പെൺകുട്ടികളെ ഇവൻ അപ്രോച്ച് ചെയ്യും. എന്തിന്? നിനക്കെന്തെങ്കിലും പറയണ്ടേ, നീ പറഞ്ഞിട്ട് നിൻ്റെ പാട് നോക്കി പോടാ. അതിനപ്പുറം നീ പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്ത് അവരെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യം എന്താ? അവർക്ക് ചിന്തിക്കാൻ ബോധമില്ലേ? അപ്പോൾ അവർ മതം വിട്ടു പോകാതിരിക്കാൻ റിയാസ് ഇസ്ലാമിൻ്റെ വക്താവായി അവരെ അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കുറേ അധികം നബി ചര്യകളും നബിയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് റിയാക്ഷൻ കൊടുത്തില്ല, മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ നല്ല കൊസ്രാക്കൊള്ളി വർത്താനം 2 അങ്ങ് കൊടുത്തതോടെ വെച്ചെഴുന്നേറ്റ് അവൻ അങ്ങ് പോയി. എൻ്റെ അടുത്ത് വന്ന് നടക്കത്തില്ല എന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഒരു പെൺകുട്ടി അവൻ നിരന്തരമായി ഇക്കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഇസ്ലാമിക രീതിയിൽ അവളെ തരംതിരിപ്പിക്കാനും തല തിരിഞ്ഞു പോകാതിരിക്കാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കാര്യം നടന്നു. അപ്പോൾ അത് നല്ലൊരു വിഷയം തന്നെയാണ്. അവരുടെ മതബോധത്തിൽ അവരെ മതത്തിന് സെക്യൂർ ആക്കാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യമല്ലേ, നല്ല കാര്യം. പക്ഷെ ഒരു പടി കൂടെ പോയിട്ട് ഭർത്തൃമതിയായ ആ സ്ത്രീയെ തൻ്റെ ഭാര്യയ്ക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്ത ശേഷം ആ സ്ത്രീയെ വിവാഹം കഴിക്കാമെന്നും ആ സ്ത്രീയുടെ ഭർത്താവിനെ തൻ്റെ ഭാര്യയെ കൊണ്ട് കെട്ടിച്ച് ശല്യം ഒഴിവാക്കാമെന്നും ഉള്ള രീതിയിൽ മെസ്സേജുകൾ പോയിക്കൊണ്ടിരുന്നു. ഈ പെൺകുട്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ്, ഒരു വാട്സപ്പ് അവൾ ബ്ലോക്ക് ചെയ്യുമ്പം അടുത്ത വാട്സപ്പ് നമ്പറിൽ വീണ്ടും ഇയാൾ ശല്യം ചെയ്യാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, ശല്യമാണ് ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ. റിയാസ് എന്ന വ്യക്തി ശല്യമാണ് ചെയ്യുന്നത്. ഇവൾ പല പ്രാവശ്യം ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറെ നമ്പറുകളിൽ നിന്ന് നിരന്തരമായി അവളെ ഈ രീതിയിൽ പറഞ്ഞ് ടോർച്ചർ ചെയ്യുകയും തന്നെ സ്വയംഭോഗം ചെയ്തിട്ട് ആ വീഡിയോ അത് അവൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. നിവൃത്തികേടിൻ്റെ പാരമ്യതയിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ ഇവന്മാർക്ക് എന്നെ കുറച്ച് പേടിയുള്ളത് കൊണ്ടും ഇവന്മാരോട് അടിച്ച് നിൽക്കുന്നത് കൊണ്ടും, അതായത് ഒരുപാട് അലിഗേഷൻ, ബംഗാളി, അത് ഇത് ചപ്പു ചവറ്, എൻ്റെ ഉമ്മാക്ക് ബംഗാളി, അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഇവന്മാർ പറഞ്ഞിട്ട് ഞാൻ പുല്ല് വിലയ്ക്ക് നിൽക്കുന്നത് കൊണ്ടും എൻ്റെ അടുത്തേക്ക് ഈ കുട്ടി കൊണ്ടുവന്ന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ തന്നു. ഇതിനു വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു.
നിർഭാഗ്യവശാൽ ആ സമയത്ത് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിലേക്ക് കയറിപ്പെട്ടതിൽ അജിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു സഹപ്രവർത്തകൻ. ശകാവാണ്. ശകാവിനൊരു വിഷയം അതിൻ്റെ ഇടയ്ക്ക് വന്നു. ഈ ചകാവ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഈ വിഷയമായിരുന്നു ടോപ്പിലേക്ക് പോകേണ്ടത്. പക്ഷേ ആ സമയത്ത് തന്നെ കിഷോർ എന്ന് പറയുന്ന സ്ത്രീലമ്പടൻ്റെ കേസും ഇതും കൂടെ ഒന്നിച്ചു വന്നു. അപ്പം ഞങ്ങൾക്ക് ഇത് രണ്ടും പൊതുജനത്തിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യകത വന്നു. കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടിയത് ഈ കിഷോറിൻ്റെ വിഷയത്തിലാണ്. കാരണം അതിന് അവനെ സപ്പോർട്ട് ചെയ്യാൻ മുംതാസ് എന്ന് പറയുന്ന ഒരു മലവാണം അതിൻ്റെ ഇടയ്ക്ക് വന്ന് പെട്ടു. അപ്പം ഈ ഒരു വിഷയവും ആ വിഷയവും എല്ലാം കൂടെ ആയപ്പോൾ കൊളാബായി. ഞങ്ങൾക്ക് രണ്ടിലും അത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടാത്ത രീതിയിൽ അത് തണുത്തു പോകുന്ന ഒരു ടൈം ഉണ്ടായി. കിഷോറിൻ്റെ വിഷയത്തിൽ ഒരു പടി കൂടെ മുൻപോട്ട് പോയി പോലീസ് അധികാരികൾ കൈയേറി അവരതിന് കേസെടുത്ത് ആക്ഷൻ ഉണ്ടായി. പക്ഷേ റിയാസി കൂടെ അത് രക്ഷപ്പെട്ട് സ്കിപ്പ് ചെയ്ത് പോയി. ഇപ്പോഴും നടക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലബ് ഹൗസിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ്, അതായത് എന്നെ ആ പെൺകുട്ടി തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇത് ഹണി ട്രാപ്പാണ് എന്നാണ് ഇപ്പോഴും ഇസ്ലാമിയ കൊണാണ്ടർമാർ പറയുന്നത്. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ കോക്കനാട്ട് മാങ്ങാമാരെ അത് പറയാതിരിക്കുക. ഹണി ട്രാപ്പ് ഖാദർ കരിപ്പടി ഒരു ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണിന് സ്വന്തം സാധനവും അത്യാവശ്യം സമൂഹ കാര്യങ്ങളും ഒക്കെ, അതായത് എഡ്യൂക്കേഷണൽ നോളജൊക്കെ ആ പെണ്ണിന് അയച്ചു കൊടുത്തു. അതായത് ശാരീരികമായ എഡ്യൂക്കേഷനൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ തൻ്റെ അനാട്ടമിയൊക്കെ അവർക്ക് അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കൊടുത്തു. അത് വെച്ചിട്ട് അത് പബ്ലിക്കിൽ കൊണ്ട് കൊടുക്കും, എനിക്ക് 5 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അവനെതിരെ നിലകൊണ്ടു. അത് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിനെതിരെ അവൻ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തു, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്ന്. അതിൽ ആ പെണ്ണിനെ പിടിച്ചു. ആ പെണ്ണിൻ്റെ കൂടെ സപ്പോർട്ടറായിരുന്നവനെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഹണി ട്രാപ്പ്. സ്നേഹമായി സംസാരിച്ച് അത്യാവശ്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് കയ്യിലേക്ക് എടുത്തിട്ട് അവനെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത്. അത് പെണ്ണിനും അതെ ആണിനും അതെ ചെയ്യാം. ഞാൻ ഇടപെട്ട ഈ വിഷയത്തിൽ റിയാസ് എന്ന വ്യക്തി ആ പെണ്ണിനെ ഡിസ്റ്റേബാണ് ചെയ്തിട്ടുള്ളത്. ആ പെണ്ണ് തയ്യാറല്ലാത്തത് കൊണ്ടാണ് അത് കേസ് കൊടുക്കാൻ പറ്റാതായിപ്പോയത്. അവൾക്ക് ഇത് അവിടെ ഉള്ള ഇനിയും വരുന്ന പെൺകുട്ടികൾക്ക് അറിയണം എന്നൊരു കാര്യമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് അലർട്ടായിരിക്കുക. ഒരു ഇരയായി ഞാൻ നിൽക്കുമ്പോൾ ഞാനൊരു വലിയ ഒരു ഇതിനകത്ത് ചതിക്കുഴിയിലേക്ക് പോയി എന്നെ അത്രയും ശല്യം ചെയ്ത് മെൻ്റൽ ട്രോമയിലേക്കൊക്കെ പോയ വിഷയമായതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇനിയും പെൺകുട്ടികൾ റിയാസിനെ പോലുള്ള വ്യക്തികളെ വിശ്വസിക്കുകയോ അയാളോട് കമ്മ്യൂണിക്കേഷനോ പോകരുത് എന്ന് പറയാൻ വേണ്ടി മാത്രം ആ പെൺകുട്ടി എന്നെ ഉപയോഗിച്ചു. ഞാനും അതിന് വില്ലിങ്ങായി നിന്നു കൊടുത്തു എന്നുള്ളതാണ്. അതിനപ്പുറം ഞങ്ങൾക്ക് റിയാസിനെ പിടിച്ച് ജയിലിൽ ഇടാൻ ഈ തുച്ഛമായ എവിഡൻസ് ധാരാളമാണ്. പക്ഷെ ആ പെൺകുട്ടിക്ക് സ്വയം അവളുടെ മുഖവും വെളിയിലേക്ക് കൊണ്ടുവരും. ഇതിനെ എതിരായിട്ട് ഇസ്ലാമിക തീവ്രവാദികളായ തെറി മാത്രം വിളിക്കുന്ന ഇസ്ലാമിൻ്റെ വക്താക്കളായ കുറേ എണ്ണം അവിടെയുണ്ട്. അവരെ കുത്തുകോലായി എന്നാണ് അറിയപ്പെടുന്നത്. കുത്തുപടവും കുത്തുകാര്യങ്ങളും കുത്തുവർത്തമാനവും മാത്രമാണ്. അതിനകത്ത് VKP എന്ന് പറയുന്ന ഒരു വെറും 3rd റേറ്റ് ക്രിമിനലുണ്ട്, VKP റാഫി എന്ന് പറയുന്നവൻ. അവനും കൂടെ ചേർന്നിരുന്നിട്ട് അവിടെ ഈ പെൺകുട്ടി മോശമാണെന്ന്, ഈ പെൺകുട്ടി ഹണി ട്രാപ്പ് ചെയ്തതെന്ന് അന്ന് പറയുമ്പോൾ തന്നെ എവിഡൻസ് വെച്ചത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞതാണ്. എവിഡൻസ് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് പൊട്ടിച്ച് കളഞ്ഞ സാധനമാണ്. ഇപ്പം ഞാൻ അവിടെ ഇല്ല, എൻ്റെ അഭാവത്തിൽ എന്നെയും കൂടെ ഈ പെണ്ണ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നത് കൊണ്ട് എൻ്റെ വ്യൂവേഴ്സിൽ മെജോറിറ്റി ക്ലബ് ഹൗസിൽ നിന്നുള്ളവരായതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ എടുത്തിട്ടു എന്നേ ഉള്ളൂ. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. റിയാസ് എന്ന വ്യക്തി തുണി ഊരി സ്വയംഭോഗം ചെയ്തിട്ട് അത് ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തതാണ്. അതിനു മുമ്പുള്ള വാട്സപ്പ് സംഭാഷണങ്ങൾ A to Z വിത്ത് എവിഡൻസ് ആ കുട്ടി എനിക്ക് അയച്ചു തന്നതാണ്. അത് വാട്സപ്പ് ത്രൂ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുമുണ്ട്. അത് മറ്റേ ഇത് വെച്ചിട്ടല്ല, മറ്റേ റോക്കറ്റിന് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമോ വേറെന്തോ ഒരെണ്ണം ഉണ്ടല്ലോ, ടെലിഗ്രാം, അത് ത്രൂ അല്ല, ഡയറക്റ്റ് എനിക്ക് അയച്ചു തന്നാണ്. ആ കുട്ടി ആരെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം ആ കുട്ടി വരുന്നില്ല. ആ കുട്ടി തയ്യാറായി വന്നാൽ റിയാസിനെതിരെ കേസ് കൊടുക്കാനും മാത്രമുള്ള ആപ്റ്റായ സംഗതിയുണ്ട്. അധികം ചൊറിഞ്ഞാൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നതെങ്കിൽ അധികം ചൊറിഞ്ഞാൽ ഇപ്പോൾ ക്ലബ് ഹൗസിൽ അറിഞ്ഞ ഈ വിഷയം പൊതുജനം ഒന്നടങ്കം അറിയും. ഞാൻ ആ പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ട്, അതായത് സ്വമേധയാ കേസെടുക്കുന്ന രീതിയിൽ ഈ വിഷയം ഞാൻ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. വെറുതെ ചൊറിയാൻ നിൽക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചതല്ല, എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് ഈ അജിത്ത് ചകാവ് ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കയറിയതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതിന് എത്ര അക്സെപ്റ്റൻസ് ഇല്ലാതായിപ്പോയത്. അല്ല എങ്കിൽ വേറെ ഏത് വിഷയത്തിനേക്കാളും സിവിയറായി സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം റിയാസിൻ്റെ വിഷയം തന്നെയാണ്.
പിന്നെ ക്ലബ് ഹൗസിലെ കുറേ ചൊറി നായ്ക്കൾ വിചാരിച്ചാലൊന്നും ഷെഫീന പറയുന്ന കാര്യങ്ങൾക്കോ ഷെഫീന പറയുന്നതിന് തെളിവില്ലാതെയോ ആക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ അവിടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. അതിനകത്ത് കുറേ ചവറ് പുറക്കികൾ ഇരുന്നുകൊണ്ട് ഷെഫീന ഇപ്പം അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് ചിന്തിച്ചാൽ ഈ ഒരു നമ്പർ അതിപ്പം എനിക്കറിയത്തില്ല എത്ര പേരിലെത്തുന്നു. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ആരുടെയും കോണ്ടാക്ട്സ് ഇല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഐഡി തന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ച് വന്നിട്ട് ഇതെല്ലാം അവിടെ പറയാൻ തയ്യാറാണ്. ഇറ്റ് ഈസ് സോ അൺഫോർച്യൂൺ, എൻ്റെ ID നഷ്ടപ്പെട്ടു പോയി. വിനീതിൻ്റെ IDക്കും ഇതായിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ബ്ലോക്ക് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ക്ലബ് ഹൗസിൽ കയറാൻ സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ നമ്പർ വെച്ച് അതിലേക്ക് വരാൻ എനിക്ക് സാങ്കേതികമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിനകത്ത് പറയുന്ന ടോപ്പിക്കുകളും അതിനകത്ത് ഞാൻ പറയുന്ന വിഷയങ്ങളും അത് എന്നെ ബാധിച്ചോട്ടെ, എൻ്റെ കുട്ടികളെ അത് ബാധിക്കേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം മക്കളുടെ നമ്പരും കൊണ്ട് ഞാൻ വരത്തില്ല. പകരം ഒരാൾക്ക് അത് നമ്പർ തന്ന് സഹായിക്കാമെങ്കിൽ ഞാൻ നേരിട്ട് വന്നത് പറയുന്നതായിരിക്കും. ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. സ്വയംഭോഗം ചെയ്ത് പെൺകുട്ടികളെ വലയിലാക്കി ഉണ്ടാക്കിയിട്ടല്ല ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇസ്ലാമിയത്തുള്ള ഒരുത്തനും മറ്റൊരു പെൺകുട്ടിയെ മോഹിക്കുക പോലുമില്ല, മറ്റൊരുത്തൻ്റെ പെൺകുട്ടിയെ മോഹിക്കുക പോലുമില്ല. തോന്നിവാസങ്ങളൊക്കെ കാണിച്ചിട്ട് അത് ഇസ്ലാമിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു വൃത്തികെട്ട രീതി ഈ ക്ലബ് ഹൗസിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കുണ്ട്. ആ തീവ്രവാദം നീയൊക്കെ മടക്കി കോത്താഴത്ത് വെച്ചാൽ മതി. ഞാൻ ഇസ്ലാമല്ലെന്നും ഞാൻ മറ്റതാണെന്നും മറിച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് ഉണ്ടാക്കി ഇല്ലാത്ത അത്ര പൂവട്ടം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളോട് അടിച്ചു നിന്നതിൻ്റെ കാരണം എനിക്ക് നല്ല വ്യക്തിത്വമുള്ളത് കൊണ്ട് തന്നെയാണ്. അതിപ്പോഴും ഉണ്ട്, അതെവിടെയും ഞാൻ അവർക്ക് പണയം വെച്ചിട്ടില്ല. അനാവശ്യമായി എൻ്റെ പേര് വലിച്ചഴക്കിയാൽ കൂടോടെ ഞാൻ പൂട്ടുമെന്ന് മാത്രമല്ല, ഞാൻ വന്ന് പച്ച സംഗതി ഞാൻ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ എന്നെ വെറുതെ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങളെ സബ്ജക്റ്റും കൊണ്ട് മുൻപോട്ട് പോയിക്കൊള്ളുക. വെറുതെ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറങ്ങി വരത്തില്ല. പിന്നെ ഒരുത്തനും ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയില്ല. അമ്മാതിരി ഞാൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിലപാടില്ലാത്ത, വിവരമില്ലാത്ത, ആശയമില്ലാത്ത, മതത്തിനെ മാത്രം ഊട്ടി വളർത്തുന്ന, മതത്തിനെ തിന്ന് ജീവിക്കുന്ന കുറേ പാഴ് ജന്മങ്ങൾക്ക് ഇതൊരു വാണിംഗ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഇവിടെ ഇടുന്നു. താങ്ക് യു സോ മച്ച്.